നമ്മുടെ ഫേസ് കാണുമ്പോൾ നമുക്ക് ആക്ച്വലി ഉള്ള പ്രായത്തിനേക്കാളും കൂടുതൽ നമുക്ക് പ്രായം തോന്നിക്കുന്നുണ്ടോ? സോ നമുക്ക് ഏജ് കൂടുന്തോറും നമ്മുടെ സ്കിന്നിൽ കൊളാജൻ, ഇലാസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പ്രോട്ടീനുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ബിൽഡിങ്ങിൽ ഒരു സിമെൻറ്റോ കോൺക്രീറ്റോ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെയാണ് നമ്മുടെ സ്കിന്നിൽ ബേസിക്കലി കൊളാജൻ എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ സിമെൻ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കാണാം. ബേസിക്കലി ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ, അതായത് നമ്മുടെ സ്കിന്ന് തൂങ്ങിപ്പോവാതെയും നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറാതെയും നമ്മുടെ സ്കിന്നിനെ പിടിച്ചു നിർത്തുന്നത് കൊളാജനാണ്. അപ്പോൾ നമുക്ക് ചെറിയ ഏജിലൊക്കെ എന്ന് പറഞ്ഞാൽ കൊളാജൻ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് നന്നായിട്ട് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരും. നമുക്ക് ഏജ് കൂടുന്തോറും ഈ കൊളാജൻ്റെ പ്രൊഡക്ഷനും കുറയാനും തുടങ്ങും, നമ്മുടെ കൊളാജൻ വീക്ക് ആവാനും തുടങ്ങും. അപ്പോൾ നമ്മുടെ സ്കിന്നിന് കൂടുതലും ചുളിവുകൾ വരാനും കൂടുതൽ സാഗ് ചെയ്യാനും തുടങ്ങും. ആ സ്കിന്നിൻ്റെ ലാക്സ് ആയി കഴിയും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫാറ്റ്, സ്കിന്നിൻ്റെ അടിയിൽ നമ്മുടെ ഫാറ്റ് ഉണ്ട്, പല ഭാഗങ്ങളിൽ നിന്നും ഫാറ്റ് പോവും. ആ ഭാഗങ്ങളിൽ സ്കിന്ന് കൊഴിയാൻ തുടങ്ങും, ചില ഏരിയാസിൽ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് കൂടുതൽ ഡബിൾ ചിന്നും കാര്യങ്ങളൊക്കെ കൂടുതൽ കാണാൻ തുടങ്ങും. ജോ ലൈൻ അധികം ഡിഫൈൻഡ് അല്ലാതെ വരാൻ തുടങ്ങും, സ്കിന്ന് കൂടുതൽ സാഗ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനത്തെ രീതിയിലുള്ള സമയത്താണ് നമ്മൾ ഹൈഫു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഈ സ്കിൻ ലാക്സിറ്റിക്കും സ്കിൻ സാഗിങ്ങിനും വേണ്ടി ഉപയോഗിക്കാം. അതിലേറ്റവും ഇപ്പോൾ നമ്മൾ ന്യൂ ഇയർ ആയിട്ട് വരുന്ന ട്രീറ്റ്മെൻറ്റ്സിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഹൈഫു എന്ന് പറയുന്നത്, ഹൈ ഇൻറ്റൻസിറ്റി ഫോക്കസ്ഡ് അൾട്രാസൗണ്ട്.